നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്കിപ്പോൾ നല്ല ചൂടാണ്. ചൂട് സമയത്ത് നമ്മുടെ ഫേസിന് പറ്റിയ നല്ലൊരു മസാജ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും കൂളായിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഇതാണ്. അതുമാതിരി തന്നെ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മുഖത്ത് എപ്പോഴും ഞാൻ പറയാറുള്ളൂ, മന്ത്ലി ആ ഒരു പീരീഡ്സ് ടൈമിലൊക്കെ കുരു വരും, ഒരു 2-3 അതിൻ്റെ പാടുകളൊക്കെ നല്ലപോലെ മാഞ്ഞു പോയി. ഇപ്പോൾ ഒരു മാസം 2 മാസമോ ഒരു മാസമായിട്ട് എനിക്ക് കുരുകളൊന്നും ഉണ്ടാവണില്ല. ആ ഒരു മാസത്തിൻ്റെ മുമ്പുണ്ടായ കുരുക്കളുടെ പാടുകളൊക്കെ പോയി. നിങ്ങൾക്കറിയാം, സ്ഥിരം എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എൻ്റെ മുഖത്ത് വന്ന വ്യത്യാസം. അപ്പോൾ അതിന് എന്നെ സഹായിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരണത്. മുഖക്കുരു വന്ന പാടുകൾ മാറിയിട്ട് മുഖക്കുരു വരാതിരിക്കേണ്ട എനിക്ക് ഞാൻ ശ്രദ്ധിച്ചതാണ് ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ നല്ലൊരു ഗ്ലോ കൂടി കിട്ടുന്നുണ്ട്, നല്ല കൂളായിരിക്കും സ്കിന്ന്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട്, എൻ്റെ പേര് ദീപാന. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ഞാനിപ്പോൾ ഇതവിടെ അലോവേര ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കഷ്ണത്തിൻ്റെ അടുത്ത് കണ്ടു, ഇത്ര പോകുന്നൊരു അലോവേര ജെല്ലിൻ്റെ നമുക്ക് നല്ലോണം നല്ല ജെല്ല് കിട്ടണ ഭാഗം ഇത്ര പോകുന്നൊരു പീസ് എടുത്തിട്ട് ഞാൻ ജെല്ലെടുത്തതാണ്. നമ്മുടെ പേൻചീന്തന ചീർപ്പില്ലേ, ആ ചീർപ്പെടുത്തിട്ട് ഒന്ന് ചീകി കൊടുത്തിട്ടാണ് ഈ ജെല്ലെടുത്തത്. ജെല്ലെടുക്കണതിന് മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം, ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ മഞ്ഞക്കറ പോയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. ഞാൻ ഇത് ഇന്നലെ മുറിച്ച് വെച്ചതാണ്. മഞ്ഞക്കറ പൂർണ്ണമായും മാറിയതിന് ശേഷമാണ് ഇത് ചെയ്ത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ, വേറൊരു പാത്രത്തിലേക്ക് ഈ ജെല്ലുണ്ടല്ലോ അത് നമുക്കതിലേക്ക് പൂർണ്ണമായും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ, ഇതിനെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഐസാക്കുകയാണെന്ന് വെച്ചാൽ അതും നല്ലതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ഇത് ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതെങ്ങനെ പിന്നെ ഞാൻ ഉപയോഗിക്കണമെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച നമ്മുടെ അലോവേര ജെല്ലുണ്ടല്ലോ അത് നല്ല ഐസായി. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, നിങ്ങൾക്ക് ഐസ് ആക്കാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ ഐസ് ആക്കിയിട്ട് തന്നെ ചെയ്യുക. നമ്മൾ ചെടി വെടിയെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല, കാരണം ഒന്ന് ഐസ് ആവണമല്ലോ. അപ്പോൾ ഇനി ഇതൊന്ന് നനച്ചു പറഞ്ഞാൽ നിങ്ങളുടെ നമുക്ക് കിട്ടും കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഞാനിതൊന്ന് നനച്ച് ഈ ഐസ് ഒന്ന് നമ്മുടെ കയ്യിലെടുക്കട്ടെ. ഐസ് ട്രെയിലൊന്നുമല്ല ഞാൻ എടുത്തത്, ഞാനിങ്ങനെ ഒരു പാത്രത്തിൽ തന്നെ വയ്ക്കുക. അപ്പോൾ നിങ്ങളും ഇതുപോലെ തണുപ്പിച്ചിട്ട് ചെയ്യണവർക്ക് തണുപ്പിച്ച് ചെയ്യുക, അനിച്ചിങ്ങനെ ഐസ് പോലെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനൊന്ന് എടുക്കട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ, ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള അലോവേര ജെല്ല് മതി. തലേ ദിവസം തന്നെ ഞാൻ മുറിച്ച് വയ്ക്കും. അത് കറ മുഴുവനും പോയതിന് ശേഷം ഒന്ന് ചെറുതായ ഒരു വാട്ടൽ വരും, ആ സമയത്താണ് ഞാനിത് ചെയ്യാറ്. ഇപ്പോൾ ഇതാ ഐസ് ആയി. നമുക്കിത് അല്ലാതെ തേക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ തോന്നുന്നു, അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതെന്താ ചെയ്യുക ഞാനെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ, അതങ്ങനെ സ്കിന്നിൽ വെച്ച് ഇങ്ങനെ മസാജ് ചെയ്യും. അപ്പോൾ എന്താ, ഞാൻ ഡെയിലി രാത്രി ഞാനിപ്പോൾ നിങ്ങളുടെ എല്ലാ വീഡിയോയിലും പറഞ്ഞു തരുന്നുണ്ട്, അധിക വീഡിയോയിലും പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ ഡെയിലി ഇപ്പോൾ നല്ല ഐസ് വെച്ചൊരു മസാജ് കൊടുക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. രാവിലെ എണിച്ചതും നമുക്ക് രാത്രിയിൽ ഇത് ഐസാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്ലൈ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഐസ് പറ്റുകയെന്ന് വെച്ചാൽ ഐസ് തന്നെ ചെയ്യുക, അല്ലച്ചാൽ അതൊന്ന് തണുപ്പിച്ചതിന് ശേഷമാണ് വെച്ചാൽ ഇതുപോലെ ഒരു മസാജ് കൊടുക്കുക. ഞാൻ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ടാണ് വന്ന്, മഞ്ഞൾ കൊണ്ടുള്ള കുറി ആയതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ മഞ്ഞ കളറായിട്ട് അവിടെ കിടക്കണം. അതിന് ശേഷം നമ്മൾ ഐസാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. അപ്പോൾ ആ ഐസിൻ്റെ ആ ഒരു ഇതും കൂടി വരുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വരുന്ന മാറ്റം കണ്ടു ഞങ്ങൾ, അവിടെ ഇങ്ങനെ റെഡ് കളറായിട്ട് വരും. അതുപോലെ തന്നെ നല്ല കൂളാണ് മുഖം. ഇതിങ്ങനെ തേച്ചതിന് ശേഷം നമുക്കത് കുറേ നേരത്തേക്ക് നമ്മൾ എന്താ പറയുക, കുളിക്കണമായിരിക്കും. രാവിലെ എണിച്ച് ചെയ്യണത് ഏറ്റവും നല്ലതാണ്. തലേ ദിവസം നമ്മൾ ഐസാക്കി വെക്കാൻ വേണ്ടിയിട്ട് ജെല്ലെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം. ഇതുപോലെ ചെറിയൊരു കഷ്ണം എടുത്തിട്ടോ ഞാൻ വെക്കുക. അതുപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിൽ വെക്കും. അപ്പോൾ ചെറിയ ഇതല്ലാതെ നമുക്ക് ഐസ് ട്രെയിലൊക്കെ ആകുമ്പോൾ ചെറുതല്ലേ കിട്ടുക. അപ്പോൾ ഇതാകുമ്പോൾ നല്ല വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. നമ്മുടെ സ്കിന്ന് രാവിലെ തന്നെ നല്ല കൂളി നമുക്ക് കൊടുക്കുക. അതുപോലെ കഴുത്തിലും ചെയ്യുക. അതിന് ശേഷം അങ്ങനെ വിട്ടതിന് ശേഷം നമ്മൾ വീട്ടിലത്തെ പണിയൊക്കെ ഒരുങ്ങി കുളിക്കുമ്പോഴേക്കും ഇത് നമ്മുടെ സ്കിന്നുമായിട്ട് നല്ലപോലെ സ്കിന്നിലേക്ക് വലിച്ചെടുത്ത് നമുക്ക് അതിൻ്റെയും കൂടി ആ ഒരു റിസൾട്ട് കിട്ടും. അഥവാ നിങ്ങൾക്ക് ഇറിറ്റേഷനായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം കേട്ടോ. ഇപ്പോൾ നോക്ക്, എൻ്റെ സ്കിന്നിലും മുഴുവനുമായി. അതിന് ശേഷം നമുക്ക് കഴുത്തിലും കൂടി തേച്ച് കൊടുക്കാം. നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്കൊരു ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല, ഐസ് ആയതുകൊണ്ട് തന്നെ നല്ല കൂളാണ്. ഐസ് മൊത്തം കഴിഞ്ഞു. ഇനി നമ്മുടെ കൈ വെച്ച് ഒരു മസാജ് കൊടുക്കുക. ചിലർ ഓയിൽ മസാജ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും. ആ ഓയിൽ മസാജ് ചെയ്യാത്തവർക്കൊക്കെ ഇതുപോലെ ഐസ് വെച്ച് നല്ല സ്കിൻ നല്ല കൂളാക്കിയതിന് ശേഷം നമുക്ക് ബാക്കി
രണ്ട് കൈക്കും കൂടി ആക്കി നല്ലൊരു മസാജ് കൊടുക്കുക. മേപ്പെട്ട് മസാജ് ചെയ്യുമ്പോൾ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിളൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, കണ്ണിനടിയിൽ ഇത് ഐസ് നമ്മുടെ അലോവേരയുടെ ഐസ് ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് മസാജ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ കൈ വെച്ച് കണ്ണിന് ചുറ്റും റൗണ്ടായിട്ട് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ഒരു 10 വട്ടം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ സ്കിൻ മസാജ് ചെയ്യുമ്പോൾ മേപ്പെട്ട് ചെയ്യുക. നെറ്റിയിലും കൺതടത്തിലും മൂക്കിൻ്റെ സൈഡിലും എല്ലായിടെയും നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മേപ്പെട്ട് ചെയ്യുക. ഓയിൽ മസാജ് ചെയ്യാത്തവർക്ക് ഈ ഒരു മസാജ് ആണെങ്കിലും ഡെയിലി ചെയ്യണത് നല്ലതാണ്. സ്കിന്നൊന്ന് ടൈറ്റ് ആവുകയും ചെയ്യും, മുഖത്തിന് നല്ലൊരു തിളക്കവും കിട്ടും. എനിക്ക് നല്ലപോലെ റിസൾട്ട് തന്നൊരു സാധനമാണിത്. നമ്മൾ കഴുത്തത്തൊക്കെ ആണെങ്കിലും കഴുത്തത്തെ ആ ഒരു കറുപ്പ് വരണതിനൊക്കെ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞ് അങ്ങനെ വിടും. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും തന്നെ ആ മുഖത്തത്തെ മാറ്റം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിരിക്കും. നിങ്ങൾക്ക് അലോവേര ജെല്ല് സ്കിൻ അലർജി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കുക. ഫസ്റ്റ് വട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നതിലപ്പുറം റിസൾട്ട് ഇത് തരുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഡെയിലി ഇത് ചെയ്യണതിലൂടെ ഒരാഴ്ച 7 ഡേയ്സ് നിങ്ങളിത് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. മസാജ് കഴിഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റ് ആയപ്പോഴേക്കും തന്നെ സ്കിന്നിലേക്ക് നല്ലപോലെ ഇത് വലിച്ചെടുത്ത് കണ്ടോ, ആ ഒരു സ്കിന്നെന്ന് ആ ഒരു മൊത്തം വലിച്ചെടുത്തു. ഇത് നമ്മൾ അങ്ങനെ വിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും മൊത്തം നമ്മുടെ ആ ഒരു സ്കിന്ന് മൊത്തം വലിച്ചെടുത്ത് സാധാരണ സ്കിന്നാവും. പിന്നെ നമ്മളൊരു അരമണിക്കൂർ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ എഫക്റ്റ് തീർച്ചയായിട്ടും കിട്ടും. കൂടുതൽ നേരം വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത് തേക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തിന് വരണ ആ ഒരു തിളക്കവും മാറ്റമൊക്കെ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായും ഞങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.